നമസ്കാരം. വെക്കേഷനൊക്കെ കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിലൊക്കെ പോകാൻ റെഡിയായിട്ട് ഇരിക്കുകയാണ്. നമുക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനില്ലേ. ഇനിയിപ്പം ജൂൺ ആകുമ്പോൾ നല്ല മഴയായിരിക്കും. മഴയ്ക്ക് മുന്നേ നമുക്ക് വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുക്കി വെക്കാനുണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മഞ്ഞൾ, മുളക് ഇതെല്ലാം ഒന്ന് ഉണക്കി പൊടിപ്പിച്ച് വെക്കുക എന്നുള്ളത്. ഒരിക്കലും പാക്കറ്റ് ഫുഡ് വാങ്ങിയിട്ട് അല്ലെങ്കിൽ പാക്കറ്റ് പൊടികൾ വാങ്ങി ഉപയോഗിക്കാത്തത് തന്നെയാണ് നല്ലത്. മാക്സിമം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പൊടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് വൃത്തിയിൽ തന്നെ കഴുകിയിട്ട് എല്ലാം ചെയ്തെടുക്കാൻ പറ്റും. കത്തുന്ന വെയിലും ചൂടും ഒക്കെ അല്ലേ. അപ്പം ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് ഒരുക്കി വെച്ചോ കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴാണ് മഴ പിടിക്കുകയെന്നൊന്നും പറയാൻ പറ്റില്ല. സാധാരണ നമ്മളിവിടെ പിരിമുളക് വാങ്ങാറുള്ളത്. അതിൻ്റെ കൊളുന്തില്ലേ, തണ്ടിൻ്റെ ഭാഗം, അത് പോക്കാതെ ഇങ്ങനെ വെള്ളത്തിലേക്ക്, അതായത് നമ്മൾ ടാപ്പ് തുറന്നിട്ട് റണ്ണിങ് വാട്ടറിൽ ഒറ്റ വെള്ളത്തിൽ മാത്രം അങ്ങ് കഴുകും. കാരണം ഉള്ളിൽ വെള്ളം പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് വെള്ളത്തിലിട്ടും വയ്ക്കില്ല, കാരണം അതങ്ങ് സോക്കായി പോകുമല്ലോ. മുളക് കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറുതായിട്ട് ഒന്ന് അങ്ങ് വെള്ളത്തിലൊക്കെ കാണിച്ച് കഴുകിയാൽ മാത്രം മതി. അതിൻ്റെ അഴുക്കൊക്കെ പെട്ടെന്ന് പോകും. കാരണം അധികം 3 4 വെള്ളത്തിലൊക്കെ കഴുകിയാൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം പിടിക്കുകയും പിന്നെ അത് ഉണങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടാകും. അതുമാത്രമല്ല ഉള്ളിൽ പൂപ്പൽ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഞാനിപ്പോൾ 4 ദിവസം വെയിലത്തിട്ടിട്ട് ഉണക്കുന്നുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ പൊട്ടുന്ന പരുവാകുമ്പോഴാണ് ഇത് പൊടിപ്പിക്കുന്നത്. പണ്ടൊക്കെ ടെറസിൽ വെച്ചിട്ട് തന്നെയാണ് ഉണക്കാറുള്ളത്. ഇപ്പം വീട് മുകളിലെടുത്തത് കൊണ്ട് തന്നെ ടെറസ് ഇല്ല. അതുകൊണ്ട് ഇതുപോലെ അങ്ങ് ചെയ്യിപ്പിച്ചതാണ്. മുന്നേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് നല്ല സുഖമാണ് കേട്ടോ. നിങ്ങളിപ്പം ഈ ഗ്രില്ലിൻ്റെ പണിയോ അല്ലെങ്കിൽ ഗേറ്റിൻ്റെ പണിയൊക്കെ നടത്തുമ്പോൾ ബാക്കിയുള്ള ഇതുപോലെയുള്ള ഇരുമ്പൊക്കെ കൊണ്ട് ചേട്ടന്മാരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചാൽ മതി. അടിയിൽ അതിന് ടയർ ചെറിയൊരു ഉരുളും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വെയിൽ നോക്കി നോക്കി മാറ്റി വെക്കാൻ പറ്റും. ഇങ്ങനെ നന്നായിട്ട് വെയിൽ കൊണ്ടതിന് ശേഷമാണ് അതിൻ്റെ തണ്ട് ഭാഗം കളഞ്ഞെടുക്കുക. എന്നിട്ട് പൊടിപ്പിക്കും. ചിലർ തണ്ട് ഭാഗം കളയാതെയും പൊടിപ്പിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു കൊളുന്തില്ലേ അതൊന്നങ്ങ് മാറ്റിയിട്ടാണ് പൊടിപ്പിക്കുക. അപ്പോൾ 1 കിലോ 2 കിലോ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പൊടിപ്പിക്കാൻ പോകുമ്പോൾ അത്രയൊന്നും ഉണ്ടാവില്ല. കാരണം ഈ ഒരു ഭാഗം മാറ്റിയെടുക്കുന്നത് കൊണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 4 ദിവസത്തെ നല്ല വെയിൽ കൊള്ളിച്ചിട്ട് ഇത് നന്നായിട്ട് പൊട്ടുന്ന രൂപത്തിലായതിനു ശേഷമാണ് ഇത് പൊടിപ്പിക്കുന്നത്. പിന്നെയാണ് ഈ മഞ്ഞളൊക്കെ കഴുകുന്നത്. കാരണം എല്ലാം കൂടെ എനിക്ക് ആ ഒരു തട്ടിൽ വെച്ചിട്ട് ഉണക്കിയെടുക്കാൻ പറ്റില്ല. മഞ്ഞൾ മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ കൂടെ എനിക്ക് മുത്താറിയില്ലേ, നമ്മുടെ റാഗി, അതും കൂടെ ഉണക്കി പൊടിപ്പിക്കണം. മഞ്ഞൾ ഞാനിങ്ങനെ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് തിരുമ്മിയേറ്റിനെ കഴുകും കേട്ടോ. ഒരു 3 വെള്ളത്തിലൊക്കെ അങ്ങ് കഴുകും. കാരണം പെട്ടെന്ന് നമ്മുടെ മുളക് പോലെയല്ലല്ലോ, ഉള്ളിലേക്ക് അങ്ങനെ വെള്ളം പിടിക്കില്ലല്ലോ. കുതിർത്തൊന്നും വെക്കില്ല, 2 3 വെള്ളത്തിൽ ഇങ്ങനെ അങ്ങ് കഴുകിയെടുക്കും. പിന്നെ നമ്മുടെ ആ ഒരു നാനോ വൈറ്റില്ലേ, അതിലേക്ക് മഞ്ഞളിൻ്റെ വെള്ളമൊക്കെ ആകുമ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാവും ഉള്ളിലേക്ക് പിടിക്കുമോ എന്നുള്ളത്. അപ്പം തന്നെ അങ്ങ് തുടച്ചെടുത്താൽ മതി കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്ത് കറിയാണെങ്കിലും അപ്പോൾ തന്നെ അങ്ങ് തുടച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലൊന്നും പിടിക്കില്ല. നമ്മൾ എല്ലാ കാര്യവും അങ്ങനെ തന്നെയല്ലേ, നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ ഇരിക്കും. അപ്പോൾ മഞ്ഞളും കൂടെ ഒന്നങ്ങ് ഉണക്കിയെടുക്കട്ടെ. റാഗിയില്ലേ, അതിവിടെ മുത്താറി എന്നാണ് നമ്മൾ പറയുക. പാക്കറ്റ് വാങ്ങിയാൽ നമുക്ക് നഷ്ടമാണ്. കാരണം ഒന്നും ഒക്കില്ല. ചെറിയൊരു 1 കിലോ ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ നല്ല റേറ്റും ഉണ്ടാവും, പെട്ടെന്ന് തന്നെ തീരുകയും ചെയ്യും. അത് കുറച്ചും കൂടി ഒരു വറുത്ത പരുവത്തിലുണ്ടാവുക. പക്ഷേ ഞാൻ മുത്താറി ഇതുപോലെ പൊടിപ്പിച്ചിട്ട് വറക്കൊന്നുമില്ല, പക്ഷേ ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. മഞ്ഞളും മുളകൊക്കെ പുറത്താണ് വെക്കുക, പൊടിയൊക്കെ. പക്ഷേ മുത്താറി പൊടിപ്പിച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ തന്നെ വെക്കും. കാരണം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൂത്തു പോകും. കാരണം നമ്മളിത് നന്നായിട്ട് കഴുകി ഉണക്കുന്നുണ്ട്, എന്നാലും ഇത് വറക്കാതെ, അതായത് നമ്മൾ അരിപ്പൊടിയൊക്കെ ഫ്രിഡ്ജിൽ വെക്കാറില്ലേ വറക്കാതെ, അതുപോലെ തന്നെയാണ് വെക്കാറുള്ളത്. പിന്നെ പെട്ടെന്ന് തീരില്ലല്ലോ. ഇത് 2 കിലോ ഉണ്ട്. അപ്പോൾ പെട്ടെന്നൊന്നും തീരാത്തത് കൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളിത് ചെയ്യുവാണെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വെക്കണേ. മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിക്കുന്നില്ലെങ്കിൽ നന്നായിട്ട് കഴുകി ഉണക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് അത് പൊടിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ മിക്സിയിൽ അരച്ചിട്ടൊക്കെ കുട്ടികൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കിയാൽ എത്രയും നല്ലതാണ്. മില്ലിലിട്ട് പൊടിപ്പിക്കുന്നതിനേക്കാളും നല്ലതാണ്. പക്ഷേ എനിക്കിപ്പം സൗകര്യത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മളിങ്ങനെ കുറുക്കാക്കിയിട്ടല്ല അധികം ഇത് മുത്താറി പൊടിപ്പിച്ചിട്ട് പുട്ട് ചുടും. പിന്നെ അതുപോലെ തന്നെ ദോശ, ചപ്പാത്തി ഇതൊക്കെ ചുടാറുണ്ട്. പക്ഷേ ഇതിപ്പം ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ ഗോതമ്പും കൂടെ, നമ്മുടെ ആട്ടപ്പൊടിയില്ലേ, അതും കൂടെ അങ്ങ് മിക്സ് ചെയ്യും. അങ്ങനെ ആവുമ്പോൾ കുറച്ചും കൂടെ മുത്താറി മാത്രമാകുമ്പോൾ ഒരു ബ്ലാക്ക് കളറാകുമ്പോൾ എല്ലാവരും അങ്ങനെ കഴിക്കണം എന്നുണ്ടാവില്ല. ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ആകുമ്പോൾ കുട്ടികളങ്ങ് കഴിച്ചോളുമല്ലോ. നമ്മുടെ മുത്താറിയും മഞ്ഞളും ഒരു 4 ദിവസത്തെ വെയിലൊക്കെ കൊണ്ടതിന് ശേഷം പൊടിപ്പിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ മഴ വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ കുട്ടികൾക്ക് ബാഗും പുസ്തകവും അതുപോലെ തന്നെ കുടയും എല്ലാം നമ്മൾ വാങ്ങും. എല്ലാവർക്കും ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഉണ്ടാവും. പക്ഷേ പഴയ കുട എപ്പോഴും ഞാനിതുപോലെ അങ്ങ് സൂക്ഷിച്ച് വെക്കും. കാരണം നമുക്ക് എന്തായാലും വീടിൻ്റെ പുറത്തിറങ്ങുമ്പോഴും മീൻ വാങ്ങാൻ പോകുമ്പോൾ ഒക്കെ ഇതുപോലെയുള്ള കുടകൾ ആവശ്യമുണ്ടാവും. അതുകൊണ്ട് ഞാൻ അതെല്ലാം ഒന്നങ്ങ് നോക്കുകയാണ്, അതൊക്കെ ഓക്കെ ആണെന്ന്. അതുപോലെ തന്നെ എമർജൻസി ഇതെല്ലാം കഴിഞ്ഞ വർഷം എടുത്ത് മാറ്റി വെച്ചതാണ്. ഇതെല്ലാം എടുത്ത് നോക്കുകയാണ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. ഇതിപ്പോൾ കുത്തി വെക്കണം, ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇൻവെർട്ടർ ഉള്ളവർക്കാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല.
അതുപോലെ തന്നെ ടോർച്ച്, ഇതെല്ലാം നമ്മളൊന്നങ്ങ് സെറ്റാക്കുന്നത് നല്ലതാണ്. കാരണം മഴ പെയ്യുമ്പോഴാണല്ലോ കറണ്ട് പോലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. എല്ലാം ഒന്ന് മുൻകരുതലെടുക്കുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് പോലെ ഇതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. ഇനിയിപ്പം നമ്മുടെ ബെഡ്ഷീറ്റിൻ്റെ കാര്യം, നമ്മൾ സാധാരണ വേനൽക്കാലത്ത് കട്ടിയുള്ള വിരിയായിരിക്കും വിരിക്കുക. മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് ആ വിരി ഒന്നങ്ങ് മാറ്റി വെച്ചിട്ട് തിന്നായിട്ടുള്ള കോട്ടൻ്റെ വിരിയൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടില്ലേ, അതായിരിക്കും. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴുകി ഉണക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് രണ്ടെണ്ണം നമ്മൾ മാറ്റി വെക്കുന്നത് നന്നായിരിക്കും. ഞാനിപ്പം ഈ കട്ടിയുള്ള ഈ പറഞ്ഞ മാതിരിയുള്ള എൻ്റെ ആ ഒരു ബെഡ്ഷീറ്റൊക്കെ അങ്ങ് അലക്കി ഉണക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നേരിയ വിരി എടുത്തിട്ട് വിരിക്കണം. എല്ലാ ബെഡ്റൂമിലും അങ്ങനെ തന്നെ അങ്ങ് വിരിച്ചു വെക്കും. നമുക്ക് കഴുകാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇതൊക്കെ ആണെങ്കിൽ ഉണങ്ങിക്കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മഴക്കാലം അറിയാലോ, അഴ കെട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ഥലമൊന്നും ഉണ്ടാവില്ല. അങ്ങ് ഞെരുക്കി ഇടും. വെയിൽ ഉണ്ടാവുമ്പോൾ മുറ്റത്ത് കൊണ്ടുപോയി തുണി വിരിക്കും. മഴ പാറുമ്പോൾ പിന്നെ അകത്തിടും. ഒരു കളിയായിരിക്കും. അതിൻ്റെ ഇടയിൽ ഈ കട്ടിയുള്ള വിരിയും കൂടെ ആകുമ്പോൾ നമ്മൾ സാധാരണ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് സ്ഥലമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതും കൂടെ അങ്ങ് മാറ്റി വെക്കട്ടെ. പിന്നെ ഈ ഒരു വിരി ഞാൻ മുന്നേ ഏതോ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നമ്മൾ ബെഡ്ഷീറ്റ് വിരിക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ, അത് തന്നെയാണിത്. അപ്പം ഇതിൻ്റെ ആ ഒരു നമ്മുടെ പില്ലോയിലെ കവറില്ലേ, അത് പഴയ ഷർട്ട് കൊണ്ടാണ് ഞാൻ ആദ്യത്തെ കവർ അടിച്ചത്. ഈ ഒരു തലയണയുടെ കവറും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇതൊന്നങ്ങ് സെറ്റാവും. ഇനി അടുത്ത റൂമിൽ വിരിയും കൂടെ ഒന്നങ്ങ് മാറ്റി വെക്കണം. പിന്നെ പൊട്ടാറായിട്ടുള്ള റോപ്പൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്നങ്ങ് മാറ്റിയിട്ട് എക്സ്ട്രാ റോപ്പും കൂടെ കരുതുന്നതായിരിക്കും നല്ലത്. കാരണം ഇനിയിപ്പം റൂമിലാണെങ്കിലും എന്താണ് നമ്മുടെ കൊനാലകയില്ലേ, വരാന്ത, എവിടെയൊക്കെയാണ് ഇതുപോലെയുള്ള അയൽ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാനിപ്പം ഇവിടെ തന്നെ അങ്ങ് മാക്സിമം ഞെരുക്കിയിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. തുണിയൊക്കെ ഉണങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും വേറെ നമുക്ക് മാർഗ്ഗം ഇല്ലല്ലോ. പിന്നെ അതുപോലെ ചിരട്ടകൾ, പുറത്തുള്ള ചിരട്ടകളൊക്കെ ഇങ്ങനെ വലിച്ച് ഇടുവാണെങ്കിൽ എല്ലാം ഒന്നങ്ങ് എടുത്തിട്ട് കവറിലേക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് നനയാത്ത സ്ഥലത്ത് മാറ്റിയേക്കുക. അല്ലെങ്കിൽ ഇവിടെയെല്ലാം വെള്ളമായിട്ട് പിന്നെ കൊതുകൊക്കെ മുട്ടയിടാനൊക്കെ ഇടവരും. അതുകൊണ്ട് അതിനൊന്നും നിൽക്കണ്ടല്ലോ, നമുക്ക് നോക്കി ഓരോ കാര്യങ്ങൾ അങ്ങ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ ഇതൊക്കെ തേങ്ങ ചിരകുന്ന സമയത്ത് തന്നെ ഇതൊക്കെ നമ്മൾ സേഫായിട്ട്, അല്ലെങ്കിൽ ഒന്നുകിൽ അടുപ്പ് കത്തിക്കുന്നവർക്ക് അടുപ്പിലേക്ക് മാറ്റി വെക്കാം, അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ കവറിലിട്ട് വെക്കാം. ഞാൻ തേങ്ങ നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ഇവിടെ അടുപ്പും ഇല്ലല്ലോ, ഇനിയിപ്പം അതെല്ലാം ഒന്നങ്ങ് അടുത്ത വീട്ടിലേക്ക് കൊടുക്കണം. ഇപ്പം മഴ വരുന്നതിൻ്റെ മുന്നേ ഒഴിവാക്കേണ്ട വേറൊന്നാണ് ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ ഉണ്ടാവില്ലേ, കവറാണെങ്കിലും ഡബ്ബകളൊക്കെ ആണെങ്കിലും. ഇതിപ്പം നമുക്ക് വിറക് പൊരിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഒരു സൺസൈഡിനോട് ചേർത്തിട്ട് പിറകിൽ ഇങ്ങനെ വെയിൽ കൊള്ളാതെ, അതായത് മഴയും വെയിലൊന്നും കൊള്ളാത്ത രീതിയിൽ അങ്ങ് വെക്കാറാണ്. മാസത്തിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വന്നിട്ട് കവറൊക്കെ അവരങ്ങ് കളക്ട് ചെയ്തോളും. പിന്നെ നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ കുപ്പികൾ, ഇരുമ്പുകൾ, അതൊക്കെ നമുക്ക് 6 മാസം കൂടുമ്പോഴേ വരും ബാഗൊക്കെ. അതുകൊണ്ടാണ് എല്ലാം ഇങ്ങനെ ഡംപ് ചെയ്ത് കിടക്കുന്നത്. ഇപ്പം നാളെയോ മറ്റന്നാളോ അവർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ചൂലിൻ്റെ കാര്യം, ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ വീടുകളിലൊക്കെ ആണെങ്കിൽ ചൂലും കൂടെ നമ്മളൊന്ന് കരുതി വെക്കണം. കാരണം ഇതുപോലെയുള്ള ഓലയുടെ ഈർക്കണി ഉണ്ടാവില്ല, ഈർക്കണി ചൂല് തന്നെയായിരിക്കും മഴക്കാലത്ത് അടിക്കാൻ ഏറ്റവും നല്ലത്. അടിച്ചടിച്ച് കുറ്റിയായിട്ടുള്ള ചൂലെന്നങ്ങ് മാറ്റി വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, എല്ലാവരും ചെയ്യുന്നതായിരിക്കും. എന്നാലും ആ സമയത്ത് ഇത് നമ്മൾ മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. കാരണം ഈ മഴ വരുമ്പോൾ മുറ്റമൊക്കെ നനഞ്ഞിട്ട് പ്ലാവിലൊക്കെ ഉണ്ടാകുമ്പോൾ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ഇതുപോലെയുള്ള കുറ്റിച്ചൂലായിരിക്കും. മക്കളുടെ യൂണിഫോമൊക്കെ എല്ലാവരും അടിക്കാൻ കൊടുത്തിട്ടുണ്ടാവില്ലേ. സ്കൂൾ തുറക്കാൻ നേരത്ത് നല്ല തിരക്കായിരിക്കും. ടൈലർ ഷോപ്പിലൊക്കെ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് യൂണിഫോം എടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് അത് സ്റ്റിച്ച് ചെയ്യാനൊക്കെ അങ്ങ് കൊടുത്തോ കേട്ടോ. പിന്നെ യൂണിഫോം നമ്മുടെ സ്കൂളിൽ നിന്ന് റെഡിമെയ്ഡായിട്ട്, മീൻസ് അവർ അടിച്ചിട്ടൊക്കെ കിട്ടുന്നവരൊക്കെ ഉണ്ടാവും. ഈ പണിയൊന്നും ഉണ്ടാവില്ല. പിന്നെ എൻ്റെ മോളുടെ യൂണിഫോം ഞാൻ തന്നെ അധികം അടിക്കാറുള്ളത്. അപ്പം ഇതിപ്പം 3 ടോപ്പ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അതൊക്കെ നമ്മൾ കഴുത്തും കൈയുടെ ഭാഗമൊക്കെ അങ്ങ് കട്ട് ചെയ്ത് വരഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതും കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ പണികളൊക്കെ അന്നങ്ങ് കഴിയും. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട്, വെക്കേഷൻ ആണെങ്കിലും രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം ഉണ്ടാകും. എത്രമാത്രം സമയം നമുക്ക് കിട്ടുന്നതെന്ന് ചെയ്യുന്ന ഒരുപാട് പേർക്ക് അറിയാൻ പറ്റും. ആ സമയത്തുള്ള വീഡിയോ ഒക്കെ ചെയ്യുമ്പം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്, എനിക്ക് ഒരുപാട് സമയം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ പണ്ടേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് വീഡിയോ എന്താ ഇങ്ങനെ വൈകുന്നതെന്ന്. സത്യം പറഞ്ഞാൽ വെക്കേഷൻ ആയതുകൊണ്ട് ഇതുപോലെയുള്ള ഒരുപാട് നമുക്ക് എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവുമല്ലോ, അങ്ങനെ അങ്ങ് വീഡിയോ ഇടാൻ വൈകുന്നതാണ്. ഇതിപ്പോൾ ഞാൻ മോളുടെ ഈ ഒരു യൂണിഫോം, അവളുടെ കോട്ട് ഓൾറെഡി കഴിഞ്ഞ വർഷത്തെ ഉണ്ട്. ഇതിപ്പം ടോപ്പ് മാത്രമേ അടിക്കുന്നുള്ളൂ, പാൻറ്റും ടോപ്പും അത് മാത്രമേ അടിക്കുന്നുള്ളൂ. പിന്നെ ഇത് ലൈനിങ് ഒന്നും ആവശ്യമില്ല, എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സ്റ്റിച്ചിങ് വീഡിയോ ഉൾപ്പെടുത്താൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1-2 വീഡിയോസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരത് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പാൻറ്റൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈലറിങ് ക്ലാസ്സിൽ പോയിട്ടില്ലെങ്കിലും അത്യാവശ്യം നമുക്ക് അടിക്കാൻ അറിയെങ്കിൽ
ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് എലാസ്റ്റിക് പാൻറ്റൊക്കെ എളുപ്പത്തിൽ അടിക്കാൻ പറ്റും. നിങ്ങളുടെ പരിപാടികൾ എന്തൊക്കെയാണ് വെക്കേഷനിൽ? ഒരുപാട് സമയങ്ങൾ നമ്മൾ വെക്കേഷൻ കഴിഞ്ഞു പോയി. ഇനിയിപ്പം ഇത്തിരിയേ ബാക്കിയുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരുക്കങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തോ കേട്ടോ. കാരണം ഇതൊരു എന്താണ് നമുക്ക് മുൻകരുതലുകളില്ലെങ്കിലും കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടക്കും. അതും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഇതെന്തിനാണ് ഇതിങ്ങനെയൊക്കെ ഒരുക്കി വെക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എന്താ ഞങ്ങളൊന്നും ഇതൊക്കെ ഇത് ചെയ്തിട്ടാണോ ഇത്രയും നാൾ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കുക. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യുന്നു മാത്രം. ഇനിയിപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. പിന്നെ വീഡിയോനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അതും കൂടെ ഒന്നങ്ങ് അറിയിക്കണേ. ചക്കയും മാങ്ങയൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ ഉണക്കി വെക്കാനൊന്നും മറന്നു പോവണ്ട. എനിക്കിപ്പം ഈ വീട്ടിൽ ചക്കയുണ്ട്, പക്ഷേ ഞാനത് ചുള വറുക്കലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ മാങ്ങ അമ്മ അവിടെ വെളുത്ത് ഉണക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ അച്ചാറൊക്കെ ഇട്ടിട്ട് നമുക്കിങ്ങ് എത്തിക്കോളും. അപ്പോൾ ഇന്നിവിടെ നിർത്തുവാണേ. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.